ഇന്ന് നമുക്ക് വ്യത്യസ്തമായ കഥ പറയുന്ന നട്കാത്ത് എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഭർത്താവിന്റെ വീട്ടില് അടിമയെ പോലെ ജീവിക്കുന്ന നായിക. അവിടെ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു വിലയുമില്ല. സ്ത്രീകളാണെങ്കിലോ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായിട്ടാണ് പുരുഷന്മാർ കണക്കാക്കുന്നതും എപ്പോഴും ഉപദ്രവിക്കും. അതെല്ലാം സഹിച്ചാണ് നായിക അവിടെ ജീവിക്കുന്നതും. എന്നാൽ അവിടെയുള്ള പുരുഷന്മാർ ഭരിക്കുമെന്ന് കരുതിയാൽ പുരുഷന്മാർ മാത്രമല്ല, നായികയുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വരെ സ്ത്രീകളെ ഭരിക്കുവാനായും തുടങ്ങി. എങ്ങനെയായിരിക്കാം ആ കുട്ടിയിൽ ഇങ്ങനെയുള്ള മാറ്റമുണ്ടായത്? മാത്രമല്ല, അവന്റെ കൂട്ടുകെട്ട് തന്നെക്കാൾ പ്രായത്തിൽ കൂടിയ ആൺപിള്ളേരുമായിട്ട്. ആൺമക്കളെ വളർത്തുന്ന അമ്മമാർ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ചോട്ടു എന്ന ചെറിയ പയ്യനെയാണ് കാണിക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നതായിരുന്നു ചോട്ടു. എന്നാൽ ചോട്ടുവാണെങ്കിലോ വലിയ ആൺപിള്ളേരെ അവിടെ കാണുന്നു. അവരൊക്കെ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ചോട്ടുവിന്റെ ആഗ്രഹം എന്തെന്നാൽ തന്നെക്കാൾ മൂത്ത പയ്യന്മാരുമായിട്ട് കൂട്ടുകൂടുക. അവരോടൊപ്പം കൂട്ടുകൂടി നടക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണ് ഈ ചോട്ടു കരുതുന്നതും. അവൻ അവരെ കണ്ടതും ഉടനെ തന്നെ അവർക്കടുത്തേക്ക് പോകുന്നു. എന്നാൽ ആ പയ്യന്മാരാണെങ്കിലോ മൊബൈലിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അതിലൊരു പയ്യനാണെങ്കിൽ അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളെ പോയി പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ അവള് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവളോട് പ്രതികാരം വീട്ടണമെന്നൊക്കെ കൂട്ടുകാരോട് പറയുന്നു. ഞാൻ അവളെ പോയി വിരട്ടുമെന്നും അവൻ പറയുന്നത് ചോട്ടു കേൾക്കുന്നുണ്ട്. ചേട്ടാ, നിങ്ങളുടെ കൂട്ടത്തില് എന്നെയും കൂട്ടുമോ എന്നും ചോട്ടു ചോദിക്കും. അങ്ങനെ അന്ന് മുതൽ അവരുടെ ഒരു ഗ്യാങ്ങിലെ അംഗമായി മാറി ചോട്ടുവും. ചോട്ടുവിന്റെ ആഗ്രഹം തന്നെ അതായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ചോട്ടു സ്കൂളിലേക്ക് പോവുകയാണ്. ചോട്ടുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മഹേഷ്. മഹേഷ് ആണെങ്കിലോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ക്ലാസ്സിലെ 3-4 പെൺകുട്ടികളാണെങ്കിൽ ആഹാരം കഴിക്കുന്നത് കാണും. അതിൽ ശ്വേത എന്ന പെൺകുട്ടി ഈ മഹേഷിന് ചെറിയൊരു നോട്ടമുണ്ടായിരുന്നു. അങ്ങനെ മഹേഷ് ആണെങ്കിൽ ഈ 4 പെൺകുട്ടികളുടെയും മുടിയിൽ പിടിച്ച് കളിക്കും. അതാണെങ്കിൽ ശ്വേതയ്ക്ക് ഇഷ്ടമായില്ല. ശ്വേത ഉടനെ തന്നെ മഹേഷിനിട്ട് ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നു. അതേസമയം കണക്ക് പീരീഡ് ആയിരുന്നു. ക്ലാസ്സിലിരിക്കുകയായിരുന്ന ചോട്ടുവിനെ മഹേഷ് വന്ന് വിളിക്കും. എടാ, നീ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും മഹേഷ് പറയുന്നു. എന്നാൽ സാറ് ക്ലാസ്സിൽ നിൽക്കുന്നത് കൊണ്ട് ചോട്ടുവിന് ഇറങ്ങുവാനായിട്ട് നല്ല പാടായിരുന്നു. സാറ് ബോർഡിൽ എഴുതുവാനായി തിരിഞ്ഞ സമയം നോക്കി ചോട്ടു പെട്ടെന്നിറങ്ങി പുറത്തേക്ക് ഓടിക്കളയും. മഹേഷിനോട് എന്താടാ, എന്താ കാര്യം, നിന്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത്, അവളില്ലേ ആ ശ്വേത, അവളുടെ മുടിയിൽ പിടിച്ചതിന് അവൾ എന്നെ തല്ലി, എനിക്ക് അവളോട് പ്രതികാരം വീട്ടണമെന്നും മഹേഷ് പറയുന്നു. എന്നാൽ അത് കേട്ട് ചോട്ടു പറയുന്നത്, എനിക്ക് 2-3 അണ്ണന്മാര് കൂട്ടുകാരുണ്ട്. അവർക്ക് ഒരു പെണ്ണിനോട് ദേഷ്യം തോന്നിയ സമയത്തോ അവരാ പെണ്ണിനെ കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. നമുക്കും അതുപോലെ ഈ ശ്വേതയോട് പ്രതികാരം വീട്ടിയാലോ എന്നും ചോട്ടു ചോദിക്കുന്നു. മഹേഷും അതിന് സമ്മതിക്കും. അന്ന് സ്കൂൾ വിട്ടു പോകുന്ന ശ്വേതയെ പൊക്കുവാനായിട്ട് രണ്ടുപേരും തീരുമാനിക്കുന്നു. ശ്വേതയും അവളുടെ കൂട്ടുകാരികളും നടന്നു പോകുന്ന സമയം അവർക്ക് പിന്നാലെ മഹേഷും ചോട്ടുവും നടന്നു പോകുന്നു. എന്നിട്ട് ശ്വേതയുടെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോകും. ഇനി എന്താടാ ചെയ്യേണ്ടതെന്ന് മഹേഷ് ചോദിക്കുമ്പോഴോ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ ചേട്ടന്മാർ ആ പെണ്ണിന്റെ മുടിക്ക് പിടിച്ച് വലിച്ചിഴച്ച് ഈ കാടിനുള്ളിലേക്കാ കൊണ്ടുപോയത്. എന്നോട് പുറത്തു നിൽക്കാനായി പറഞ്ഞു. ഞാനും പുറത്തു നിന്നു. അവരെന്താണ് ആ പെണ്ണിനോട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളുടെ മുടി അങ്ങ് മുറിച്ചാലോ എന്ന് ചോദിക്കും. മഹേഷും അതിന് സമ്മതിക്കും. അങ്ങനെ ശ്വേതയുടെ മുടി മുറിക്കുവാനായും പോകുന്നു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നല്ല സ്റ്റൈലായിട്ട് എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് ചോട്ടുവും മഹേഷും വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ചോട്ടു വീട്ടിലേക്ക് എത്തുകയാണ്. ചോട്ടുവിന്റെ വീട്ടില് പ്രായമായ ഒരു മുത്തശ്ശിയും അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. മുത്തശ്ശിയാണെങ്കിൽ എപ്പോഴും മഹാഭാരതവും രാമായണവും ഒക്കെ വായിച്ചിരിക്കുന്ന ഒരാളാണ്. ചോട്ടുവിനെ കണ്ടതും മുത്തശ്ശി അവനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ചോട്ടുവിന്റെ അമ്മയാണെങ്കിലോ ഒരു പാവ സ്ത്രീയാ. അതാണ് നമ്മുടെ കഥാനായികയും. ചോട്ടു വീട്ടിലേക്ക് വന്ന സമയം തന്നെ അമ്മ അവനെ പിടിച്ചിരുത്തി, ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ദിവസങ്ങൾ എന്നൊക്കെ അവനോട് ചോദിക്കും. അവൻ ഓരോ കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ ഈ ശ്വേതയുടെ കാര്യം പറയത്തില്ല. ചോട്ടുവിന്റെ വീട്ടിലെ റൂൾസ് എന്തെന്നാൽ, സ്ത്രീകൾ ആരും തന്നെ പുരുഷന്മാർക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല. പുരുഷന്മാരെല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം സ്ത്രീകൾ അതും തറയിലിരുന്നേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. സ്ത്രീകളെ അധികം റെസ്പെക്ട് ചെയ്യുന്ന ഫാമിലിയൊന്നുമല്ല. അതുപോലെ ആയിരിക്കുമല്ലോ ആ പയ്യനും വളരുന്നത്. അങ്ങനെ എന്നത്തെയും പോലെ എല്ലാവരും ആഹാരം കഴിക്കുവാനായിരുന്നു. ചോട്ടുവിന്റെ മുത്തശ്ശനും അവന്റെ അച്ഛനും അച്ഛന്റെ സഹോദരനും ഒക്കെയാണ് ഇരുന്ന് ആഹാരം കഴിക്കുന്നതും. ബാക്കിയുള്ള സ്ത്രീകളൊക്കെ മാറി നിൽക്കുകയാണ്. അവർ വിളമ്പി കൊടുത്തതിനു ശേഷം ആ പരിസരത്തെ വരാറില്ല.
ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ചോട്ടുവിന്റെ മുത്തശ്ശനാണെങ്കിൽ അവന്റെ അച്ഛനെ വല്ലാതെയാണ് നോക്കുന്നത്. കാരണം ചോട്ടുവിന്റെ അച്ഛന് നല്ല ജോലിയൊന്നുമില്ല. ചോട്ടുവിന്റെ അച്ഛന് അങ്ങനെ വലിയ ജോലിയൊന്നുമില്ല. ചോട്ടുവിന്റെ ചെറിയച്ഛനാണെങ്കിൽ ഒരു വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതും. ചോട്ടുവിന്റെ ചെറിയച്ഛൻ പറയും, ഞങ്ങളുടെ കമ്പനിയിൽ ആ ഒരു പ്രോജക്റ്റ് എനിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു പെണ്ണിന് പോയി. ഞാൻ ഇനി എന്ത് ചെയ്യാനാ? അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അത്രയും നന്നായിരുന്നുവെന്നും അച്ഛനോട് പറയുന്നു. എന്നാൽ അത് കേട്ട് അച്ഛനാണെങ്കിൽ തന്റെ മൂത്ത മകനെ തന്നെ നോക്കും. കണ്ടോടാ അവന്, അവനെ നീ കണ്ടുപടി എന്നുള്ള മട്ടിലാണ് നോക്കുന്നതും. എന്നാൽ ചോട്ടുവിന്റെ അച്ഛൻ പറയുന്നതോ, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് പ്രൊമോഷനൊക്കെ കിട്ടേണ്ടിയിരുന്നതാ. പക്ഷേ എനിക്ക് കിട്ടേണ്ട പ്രൊമോഷനാണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിന് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും സ്ത്രീകൾക്ക് തന്നെയാണല്ലോ എല്ലായിടത്തും മുൻഗണന. അവരെന്ത് പറഞ്ഞാലും അവരെ മാത്രമല്ലേ എല്ലാവരും കേൾക്കൂ. അവർക്ക് മാത്രമല്ലേ എല്ലാ ആനുകൂല്യങ്ങളും ഉള്ളൂ എന്നും ചോട്ടുവിന്റെ അച്ഛൻ പറഞ്ഞ് സങ്കടപ്പെടുന്നു. എന്നാൽ ഇത് ചോട്ടു കേൾക്കും. അച്ഛൻ എന്തിനാ അച്ഛ സങ്കടപ്പെടുന്നത്? അച്ഛനൊരു കാര്യം ചെയ്, ആ പെണ്ണിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് നമ്മുടെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവളെ വിരട്ട്. അപ്പോൾ അവൾ ആ ജോലി അച്ഛന് തരും. അച്ഛനപ്പോൾ പ്രൊമോഷൻ കിട്ടുമല്ലോ. അവളെ കാട്ടിൽ കൊണ്ടുപോയി വലിച്ചിഴച്ച് വിരട്ടിയാൽ മതിയെന്നും ചോട്ടു പറയുന്നു. അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോകുന്നു. പ്രത്യേകിച്ച് ചോട്ടുവിന്റെ അമ്മ. ചോട്ടുവിന്റെ അച്ഛനാണെങ്കിൽ ദേഷ്യം വന്ന് ചോട്ടുവിനെ തല്ലുവാനായും പോകും. എന്നാൽ ചോട്ടുവിന്റെ മുത്തശ്ശൻ പറയുന്നതോ, അവനെ തല്ലണ്ട. അവൻ പറഞ്ഞതിൽ എന്താ കുഴപ്പം? അവൻ ഒരു ആണിനെ പോലെ ചിന്തിച്ചു. ആണുങ്ങളാണ് ഇങ്ങനെ ധൈര്യമായിട്ട് നടക്കേണ്ടത്. ആണിനെ പോലെയല്ലേ അവൻ പറഞ്ഞതും ചിന്തിച്ചതും. അതിനെന്താ കുഴപ്പം? എങ്കിലൊരു കാര്യം ചെയ്, ഇനി മുതൽ അവന് സീരിയലൊന്നും കാണിക്കണ്ട. അവന് രാമായണവും മഹാഭാരതവും ഒക്കെ കാണിച്ചു കൊടു. അതുമാത്രം മതിയെന്നും മുത്തശ്ശൻ പറയുന്നു. മുത്തശ്ശനാണെങ്കിലോ ചോട്ടുവിന്റെ ആ ഒരു പ്രവൃത്തിയെ വലുതായിട്ട് പുകഴ്ത്തിയാണ് സംസാരിച്ചതും. അന്നേ ദിവസം ആഹാരം കഴിച്ച് പുരുഷന്മാരെല്ലാവരും അതത്ര കാര്യമാക്കാതെ എഴുന്നേറ്റ് പോകും. പക്ഷേ ചോട്ടുവിന്റെ അമ്മയ്ക്ക് അതങ്ങനെ കളയാൻ കഴിഞ്ഞില്ല. അമ്മ ചോട്ടു പറഞ്ഞതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അവന്റെ വളർച്ചയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും അമ്മയ്ക്ക് മനസ്സിലാകുവാനായും തുടങ്ങി. ചോട്ടുവിന്റെ അമ്മ അവൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. എല്ലാ ദിവസവും ഉറങ്ങുവാനായി കിടക്കുന്നതിന് മുൻപ് അമ്മ ചോട്ടുവിന് കഥ പറഞ്ഞു കൊടുക്കാറുള്ളത് പതിവായിരുന്നു. അമ്മയുടെ കഥയും കേട്ടാണ് ചോട്ടു കിടന്നുറങ്ങുന്നതും. അങ്ങനെ എന്നത്തെയും പോലെ ഉറങ്ങുവാനായിട്ട് ചോട്ടു വന്ന് കിടക്കും. അവന് കഥ പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് അമ്മ ചോദിക്കും, മോനെ, ഇന്ന് നീ അച്ഛനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തില്ലേ? ആ ഐഡിയ നിനക്ക് എവിടെ നിന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, അതോ, അതെനിക്ക് ആ ചേട്ടന്മാർ പറഞ്ഞു തന്നതാന്ന് പറയും. ആ ഒരു ഐഡിയ നീ പരീക്ഷിച്ച് നോക്കിയോന്ന് ചോദിക്കുമ്പോൾ, ആ നോക്കിയല്ലോ. എന്റെ ക്ലാസ്സിലെ ശ്വേത മഹീഷിനെ തല്ലി. അവളെ ഞങ്ങൾ കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവളുടെ മുടി മുറിച്ച് കളയുമെന്ന് അവളെ വിരട്ടി. അവൾ പേടിച്ചു പോയെന്നും ചോട്ടു അമ്മയോട് പറയുന്നു. അത് കേട്ടതും അമ്മയ്ക്ക് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. അമ്മ അന്നേ ദിവസം ചോട്ടുവിന് രാജാവിന്റെയും കുറച്ച് കിളികളുടെയും കഥ പറഞ്ഞു കൊടുക്കുവാനായും ആരംഭിച്ചു. അമ്മയുടെ അടുത്ത് കഥ കേൾക്കുവാനായിരുന്ന ചോട്ടു അമ്മയുടെ മുഖത്തുള്ള ചതവുകളൊക്കെ ശ്രദ്ധിക്കുന്നു. അമ്മ, ഇതെന്ത് പറ്റിയെന്ന് ചോട്ടു ചോദിക്കുമ്പോഴോ, അതൊന്നുമില്ല, ഞാൻ പിന്നീട് പറയാമെന്നും അമ്മ പറയുന്നു. അങ്ങനെ അമ്മ കഥ പറയുവാനായും ആരംഭിച്ചു. ഒരു രാജാവിന്റെ കഥയാണ് അമ്മ പറയുന്നത്. പണ്ട് പണ്ട് പല ആണ്ടുകൾക്ക് മുൻപ് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ കൊട്ടാരത്തിന് ചുറ്റും ഒരുപാട് മനോഹരമായ കിളികളൊക്കെ പറന്നു നടക്കും. സത്യത്തിൽ അമ്മ രാജാവെന്ന് ഉദ്ദേശിച്ചത് ചോട്ടുവിനെയാണ്. കൊട്ടാരത്തിന് ചുറ്റും കറങ്ങി നടക്കുന്ന കിളികളെന്ന് അമ്മ ഉദ്ദേശിച്ചത് ചോട്ടുവിനൊപ്പം പഠിക്കുന്ന പെൺകുട്ടികളെയായിരുന്നു. അങ്ങനെ അമ്മ കഥ തുടരുകയാണ്. ഒരിക്കൽ കൊട്ടാരത്തിലേക്ക് മോശമായ കുറച്ചു പേർ വന്നു. രാജാവിനോട് പറയും, നിങ്ങളുടെ കൊട്ടാരത്തിന് ചുറ്റും പറന്നു നടക്കുന്ന ഈ കിളികളില്ലേ, അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസമാധാനത്തിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് അവയെ ഇവിടെ നിന്നും തുരത്തി ഓടിക്കണമെന്നും ആ മോശമായ ആളുകൾ പറഞ്ഞു. അവർ പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ച് രാജാവ് അവർ പറയുന്നതാണ് ശരിയെന്നും ചിന്തിച്ച് ആ കൊട്ടാരത്തിന് ചുറ്റും കറങ്ങി നടക്കുന്ന മനോഹരമായ കിളികളെയെല്ലാം അവിടെ നിന്നും അടിച്ചോടിക്കുകയാണ് ചെയ്തതും. ആ ഒരു കാര്യവും പറഞ്ഞ് അമ്മ കഥ നിർത്തും. എന്താ കഥ നിർത്തിയത്? ബാക്കി കൂടി പറയുവാനായിട്ട് ചോട്ടു പറയുമ്പോഴോ, അതിനി അടുത്ത ദിവസം പറയാമെന്നും അമ്മ പറയുന്നു. പിന്നീട് ചോട്ടു ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നുവെന്നും ഈ സമൂഹം ചോട്ടുവിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതുമൊക്കെയാണ് കാണിക്കുന്നത്. ചോട്ടു സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം എന്തെന്നാൽ അവൻ കാണുന്ന TV പ്രോഗ്രാമുകളിലൊക്കെ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ട്. മാത്രവുമല്ല, ആക്ഷൻ സിനിമകൾ, അതിൽ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത്, അതൊക്കെ തന്നെ കുട്ടികൾ കാണുകയാണ്. അതിൽ നിന്നെല്ലാം കുട്ടികൾ പ്രചോദനം ഉൾക്കൊള്ളും. ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കും ചെയ്താലെന്ത് എന്നുള്ള ചിന്ത കുട്ടികളുടെ മനസ്സിലും ഉണ്ടാകുന്നു.
മാത്രവുമല്ല, കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത സിനിമകളൊക്കെ ഇറക്കുന്നുമുണ്ട്. അത് വയലൻസ് ആകാം, എന്തുമാകാം. എന്നാലും അതൊക്കെ OTT റിലീസ് ആകുന്ന സമയത്ത് തന്നെ ഒരുപാട് കുട്ടികളും ഇരുന്ന് ആ സിനിമ കാണുന്നുമുണ്ട്. എന്തുകൊണ്ട് കുട്ടികളെ ഇത് കാണരുത് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ മാറ്റുന്നില്ല? അങ്ങനൊരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ ഇതൊക്കെ കണ്ട് അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ഞങ്ങൾക്കും ആയിക്കൂടാ എന്നുള്ള ചിന്ത കുട്ടികളിലും വരും. അടുത്തത് ചോട്ടുവിന്റെ കൂട്ടുകെട്ട്. തന്റെ പ്രായത്തിനേക്കാൾ മൂത്ത കുട്ടികളുമായിട്ടാണ് ചോട്ടു കൂട്ടുകൂടുന്നതും. എപ്പോഴും റോഡിലിരിക്കുന്ന പയ്യന്മാരോടൊപ്പമൊക്കെ ചോട്ടു പോയി ഇരിക്കാറുമുണ്ട്. അവന്മാരാണെങ്കിൽ പെൺകുട്ടികളൊക്കെ നടന്നു പോകുന്ന സമയത്ത് പെൺകുട്ടികളെ വിസിലടിക്കും. അത് കണ്ട് ചോട്ടുവും വിസിലടിക്കും. ആണുങ്ങളായി കഴിഞ്ഞാൽ സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ നടന്നു പോകുന്ന സമയത്ത് വിസിലടിക്കണം. അതാണ് ആണത്തമെന്നൊക്കെ കുട്ടിയായ ചോട്ടു ചിന്തിക്കും. മാത്രവുമല്ല, ഈ ആൺപിള്ളേരെല്ലാം ഒരു പാലത്തിനടിയിലിരുന്ന് മദ്യപിക്കുന്നുണ്ട്. അതിൽ മദ്യപിച്ച് മത്സരവും വെക്കും. ഈ മത്സരമൊക്കെ ചോട്ടുവും പോയി നിന്ന് കാണാറുണ്ട്. അപ്പോൾ ആണുങ്ങളായി കഴിഞ്ഞാൽ ഇങ്ങനെ മദ്യപിക്കണം എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോഴും ആണുങ്ങൾ സിഗരറ്റ് വലിക്കണം എന്നുള്ളൊരു ചിന്തയും അവനുണ്ടാകും. ഈ ആൺപിള്ളേരൊക്കെ സ്ത്രീകളെയൊക്കെ കമന്റ് അടിക്കുകയും മാത്രവുമല്ല ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഷോൾ എടുത്തുകൊണ്ട് വരുവാനായിട്ടും ചോട്ടുവിനോട് പറയുന്നു. അങ്ങനെ ചോട്ടുവാണെങ്കിലോ ആ പെൺകുട്ടിയോട് നിന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ കാണിച്ചിട്ട് അവളുടെ ഷോളും എടുത്ത് ഈ പറഞ്ഞ പയ്യന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ പയ്യനാണെങ്കിലോ ചോട്ടുവിനെ അഭിനന്ദിക്കും. അതോടുകൂടി ചോട്ടു കൂടുതൽ ബലവാനാവുകയാണ്. താൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നൊരു ഫീലാണ് ചോട്ടുവിന്. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ അടിമയായിരിക്കണമെന്നും അവരെപ്പോഴും പുരുഷന്മാരുടെ കാൽ കീഴിൽ കിടക്കേണ്ടവരാണെന്നും പുരുഷന്മാരെ എപ്പോഴും ബഹുമാനിക്കണം, പേടിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ചോട്ടുവിന്റെ കുഞ്ഞു മനസ്സിൽ വന്നു. അങ്ങനെ വരുവാനായിട്ടുള്ള കാരണം എന്തെന്നാൽ ഈ പയ്യന്മാരോടൊപ്പം അവൻ കൂട്ടുകൂടി നടക്കുന്നതും കൂടിയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചോട്ടു പാർക്കിലേക്ക് വരും. അപ്പോൾ ഒരു പെൺകുട്ടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് അടുത്തേക്ക് എത്തിയ ചോട്ടു അവളെ ഊഞ്ഞാലിൽ നിന്ന് തള്ളിയിടും. എന്നിട്ട് പറയുന്നത്, ആണായിട്ടുള്ള ഞാൻ വന്ന് നിൽക്കുന്നത് നീ കണ്ടില്ലേടി? നീയല്ലേ ഊഞ്ഞാലിൽ നിന്ന് മാറി തരേണ്ടത്, എന്നെ ബഹുമാനിക്കാത്തതെന്തെന്നൊക്കെ ചോട്ടു ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു. സത്യത്തിൽ ചോട്ടുവിന്റെ ചിന്താഗതി തന്നെ മാറി വരികയല്ലേ? അങ്ങനെ അന്നേ ദിവസവും രാത്രി അമ്മ കഥ പറയുവാനേയും എത്തി. അപ്പോഴും അമ്മയുടെ മുഖത്തെ ചതവുകൾ കൂടി വന്നുകൊണ്ടേയിരുന്നു. അമ്മ, ഇതെന്താ അമ്മയുടെ മുഖത്ത്? ഇതെന്ത് പറ്റിയതാന്ന് ചോട്ടു ചോദിക്കും. ഒന്നുമില്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി. ഓരോ ദിവസവും രാജാവിന്റെ കഥ പറയുവാനായിട്ട് ചോട്ടുവിനടുത്തെത്തുന്ന അമ്മയുടെ മുഖത്തെ ചതവിന്റെ പാടുകൾ കൂടി വന്നുകൊണ്ടേയിരുന്നു. അമ്മ, എന്ത് പറ്റിയതാന്ന് ചോട്ടു വീണ്ടും ചോദിക്കും. ഒന്നുമില്ല, എല്ലാം നിന്നെ കാരണമാ. നിനക്ക് വേണ്ടിയിട്ടാ. ഞാൻ പറയുന്ന കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് നീ അതിനെപ്പറ്റി ചിന്തിക്കണം. നീ എന്നിട്ട് നല്ല പയ്യനായി വളരണം. എങ്കിൽ മാത്രമേ അമ്മയുടെ ഈ ചതവുകളെല്ലാം പോകൂ എന്നും അമ്മ ചോട്ടുവിനോട് പറയും. അങ്ങനെ അമ്മ വീണ്ടും കഥ പറയുവാനേയും ആരംഭിച്ചു. രാജാവ് മോശമായ ആളുകൾക്കൊപ്പം ചേർന്ന് കിളികളെയെല്ലാം കൊട്ടാരത്തിൽ നിന്നും തുരത്തി ഓടിച്ചല്ലോ. അതോടുകൂടി ആ നാട്ടിലെ കിളികളില്ലാതെയായി. എന്നാൽ ആ നാട്ടിൽ വലിയൊരു പ്രശ്നം വന്നു. കിളികളെല്ലാം നാട്ടിൽ നിന്ന് പോയതുകൊണ്ടാണ് പ്രശ്നം വന്നതെന്നും രാജാവിന് മനസ്സിലായി. എന്നാൽ ആ ഒരു പ്രശ്നത്തിൽ രാജാവിന്റെ അമ്മയും മരണപ്പെട്ടു. അതോടുകൂടി രാജാവ് ആകെ തകർന്നു പോകും. എന്നാൽ തനിക്കൊപ്പമുള്ളത് മോശമായ ആളുകളാണെന്നും കിളികൾ ഈ നാട്ടിൽ നിന്ന് പോയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതെന്നും മനസ്സിലാക്കിയ രാജാവ് മോശമായ ആളുകളെയെല്ലാം രാജാവ് അടിച്ചോടിച്ചു. എന്നിട്ട് രാജാവ് തുരത്തിവിട്ട ആ ഒരു കിളികളെയെല്ലാം ആ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കിളികളെല്ലാം തിരിച്ചു വന്നതിൽ പിന്നെ നാടിന് നല്ല കാലമായി. പ്രശ്നങ്ങളെല്ലാം മാറി. അങ്ങനെയാണ് വീണ്ടും രാജാവിന് മനസമാധാനം കിട്ടിയതും. ഈയൊരു കഥ അമ്മ ചോട്ടുവിനോട് പറയുന്നു. എന്നാൽ അമ്മ കഥ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ട് തന്നെയാണ് അമ്മ ഉദ്ദേശിക്കുന്നതെന്നും ചോട്ടുവിന് മനസ്സിലായി. ആ രാജാവ് ചോട്ടുവാണെന്നും ആ മോശമായ ആളുകൾ ചോട്ടു ഇപ്പോൾ കൂട്ടുകൂടുന്ന വലിയ വലിയ പയ്യന്മാരാണെന്നും ചോട്ടുവിന് മനസ്സിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടിലേക്ക് വന്ന ചോട്ടു തന്റെ അമ്മയുടെ മുഖത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചതവ് വരുന്നത് എന്നുള്ള കാരണം മനസ്സിലാക്കുകയാണ്. ചോട്ടുവാണെങ്കിൽ വെള്ളം കുടിക്കുവാനായി വരുന്ന സമയം അമ്മയെ അച്ഛൻ ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. അച്ഛന്റെ അടി കൊണ്ടാണ് അമ്മയുടെ മുഖത്ത് ആ ഒരു പാടുകളൊക്കെ വീഴുന്നത്. അച്ഛന്റെ അടി കൊണ്ട് അമ്മ കരയുകയാണ് ചെയ്യുന്നതും. അത് കണ്ട് ചോട്ടുവിന് വല്ലാതെ സങ്കടം വരുന്നു. അപ്പോൾ അമ്മയുടെ മുഖത്തെ ആ ഒരു മുറിവിന് കാരണം അച്ഛൻ ഉപദ്രവിക്കുന്നത് കൊണ്ടാണോ? ഇതുപോലെയല്ലേ ഞാനും ആ ഒരു പെണ്ണിനോട് പെരുമാറിയത്? എന്റെ അമ്മ അത്രയും പാവമല്ലേ? അതുപോലെ ആയിരിക്കില്ലേ മറ്റുള്ള പെൺകുട്ടികളുമെന്നും ചോട്ടു ചിന്തിക്കും. അവനാണെങ്കിൽ അവൻ ചെയ്ത തെറ്റോർത്ത് ഒരുപാട് സങ്കടം വരും. അമ്മ, ഇതിന് ഞാൻ എന്ത് ചെയ്യണം അമ്മ എന്ന് ചോട്ടു അമ്മയോട് ചോദിക്കുമ്പോഴോ, നീ ഒന്നും ചെയ്യണ്ട. നീ നല്ല പയ്യനായി മാറിയാ മതി. നല്ല കൊച്ചായി നീ വളർന്നാൽ മതി. ഇതെല്ലാം തനിയെ മാറിക്കൊള്ളുമെന്നും അമ്മ ചോട്ടുവിനോട് പറയുന്നു. എന്നിട്ടമ്മ ചോട്ടുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മ പറയും,
ഒരു രാജ്യത്തെ രാജാവ് രാജാവിന്റെ നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പക്ഷേ രാജാവ് എപ്പോഴും തന്റെ സന്തോഷത്തിനും താൻ ജോളിയായിട്ടിരിക്കുന്ന ടൈമിനും വേണ്ടിയിട്ട് ചിലവഴിച്ചു കഴിഞ്ഞാൽ രാജാവ് ഒരിക്കലും നല്ലതാകില്ലല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് എന്താണോ നല്ലത് അതിനു വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആയിരിക്കണം നീയും. നീയും നിന്റെ സന്തോഷങ്ങളും നീ ജോളിയായിട്ടിരിക്കുന്ന കൂട്ടുകാരും എല്ലാവരെയും ഉപേക്ഷിച്ച് നീ നല്ലതിനെ കാണണം. നല്ലത് കണ്ട് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കണമെന്നും അമ്മ ചോട്ടുവിനെ ഉപദേശിക്കുന്നു. അങ്ങനെ ചോട്ടു അടുത്ത ദിവസം മുതൽ താൻ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ വലിയ വലിയ പയ്യന്മാരില്ലേ, അവരെയൊക്കെ ഒഴിവാക്കുവാനായും തുടങ്ങി. അവർ ചോട്ടുവിനെ വിളിച്ചാൽ പോലും അവൻ മൈൻഡ് ചെയ്യത്തില്ല. അവൻ അവരിൽ നിന്നും മാറി നടക്കുകയാണ് ചെയ്യുന്നതും. മാത്രമല്ല സ്കൂളിലുള്ള പെൺകുട്ടികളോടും ബാക്കിയുള്ള പെൺകുട്ടികളോടുമൊക്കെ അവൻ നല്ല രീതിക്ക് പെരുമാറുവാനായും തുടങ്ങി. എല്ലാവരെയും സ്നേഹത്തോടു കൂടിയാണ് അവൻ കാണുന്നതും. ചോട്ടുവിന്റെ കൂട്ടുകാരനായ മഹേഷ് സ്കൂളിൽ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുവാനും അധികാരം കാണിക്കുവാനും ഒക്കെ ചെല്ലുന്ന സമയത്ത് ചോട്ടു അവനെ തടയുകയും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ചോട്ടുവിന്റെ സ്വഭാവം പതിയെ പതിയെ മാറി തുടങ്ങി. അവൻ നല്ല പയ്യനായി വളരുവാനായും തുടങ്ങി. മോശമെന്ന് തോന്നുന്നതൊന്നും അവൻ ചെയ്യുന്നതേയില്ല. അങ്ങനെ ചോട്ടുവിന്റെ സ്വഭാവം നല്ലതായതോടുകൂടി അമ്മയുടെ മുഖത്തെ ആ ഒരു ചതവും പാടുകളും എല്ലാം മാഞ്ഞിരിക്കുന്നു. അമ്മയാണെങ്കിൽ നല്ല സുന്ദരിയായി മാറി. അത് ചോട്ടുവിന് മനസ്സിലായി. അങ്ങനെ നല്ല പയ്യനായി വളരുന്ന ചോട്ടുവിന്റെ അടുത്തേക്ക് അമ്മ അവന് ഇഷ്ടമുള്ള ജിലേബിയുമായി എത്തുന്നു. അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടു കൂടി ചോട്ടു ആ ലഡു ഒക്കെ കഴിക്കുന്നു. നമ്മുടെ മക്കൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ എങ്ങനെയാണോ അവരെ വളർത്തുന്നത് അതുപോലെയായിരിക്കും അവർ സമൂഹത്തിലും പെരുമാറുന്നത് എന്നൊരു വലിയ പാഠം തന്നുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.